നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 230ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത വയലിൻ വാദകൻ ശ്രീ കുന്നക്കുടി വൈദ്യനാഥനെ കുറിച്ചിട്ടാണ്. വയലിൻ കൊണ്ട് മാന്ത്രികത സൃഷ്ടിച്ച ഒരു വലിയ കലാകാരൻ. നീണ്ട ഭസ്മക്കുറിയും നടുവിലൊരു വലിയ പൊട്ടും ചാർത്തി ഖണ്ഡത്തിൽ നിറയെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സിൽക്ക് ജൂബയും അതിന് ചേരുന്ന വസ്ത്രധാരണവും ഒരു പ്രത്യേക ശൈലി. അദ്ദേഹത്തിൻ്റെ വയലിൻ കച്ചേരി ഒരിക്കൽ കേട്ടാൽ പിന്നെ നമ്മുടെ മരണം വരെയും നമ്മൾ മറക്കില്ല. അത്ര മാത്രമാണ് മികവാണ് വയലിനിൽ അദ്ദേഹം വായിക്കുമ്പോൾ. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കണ്ടിട്ടുണ്ടെങ്കിലും അടുത്തിടപഴകാനും സംസാരിക്കാനും പറ്റിയൊരവസരം ഞാൻ ജനിച്ച മണ്ണിലെ തമ്പാനൂർ അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കുന്നക്കുടിയുടെ വയലിൻ കച്ചേരി ഉണ്ടായിരുന്നു. സ്റ്റേജിൽ കയറി വയലിൻ്റെ തന്ത്രികളിൽ തൊടുമ്പോൾ മുതൽ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന അനുഭൂതി, ആനന്ദം, ഇത് എത്രയാണെന്ന്, ഇതിൻ്റെ അളവുകോൽ എത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അന്ന് അവിടുത്തെ ഉത്സവത്തോട് അനുബന്ധിച്ച് വന്ന അമ്പലദർശനം എല്ലാം കഴിഞ്ഞ് അടുത്തുള്ള ഒരു വീട്ടിൽ കുറേ നേരം വിശ്രമിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുന്നത്. കണ്ട് ഞാൻ സ്വാതിരുന്നാണ്ട് ഏതെങ്കിലും ഒരു കീർത്തനം അങ്ങ് വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പാപ്പോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറി ഇരുന്ന് ഓരോ കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ ആ കൈവിരലുകളുടെ മാന്ത്രിക സ്പർശം, ദൈവമേ എന്ന് നമ്മൾ ഉച്ചത്തിൽ വിളിച്ചു പോകും. ഇങ്ങനെയും ഒരു കലാകാരനുണ്ടോ? 2-3 മണിക്കൂർ ഇടതടവില്ലാതെ വയലിൻ വായിക്കുക, അതോടൊപ്പം പക്കമേളക്കാർ, അവരെല്ലാം ക്ഷീണിച്ച് തളർന്നിരിക്കും എന്ന് എനിക്ക് തോന്നി. അത്ര മാത്രം മികവാണ്. അതേപോലെ ഹരിവരാസനം, വിശ്വമോഹനം എന്നുള്ള അയ്യപ്പൻ്റെ ഉറക്കപ്പാട്ട്, അതുപോലെ തമിഴ് സിനിമകളിലെ എത്രയോ പാട്ടുകൾ, എത്രയോ കീർത്തനങ്ങൾ, ഇതെല്ലാം എത്ര കാലം കൊണ്ടാണ് അദ്ദേഹം സ്വായത്തമാക്കിയത് എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ മികവ് എടുത്തു പറയേണ്ട ത്യാഗരാജ ഉത്സവത്തോടനുബന്ധിച്ച് പഞ്ചരത്ന കീർത്തനാലാപനം നടക്കുമ്പോൾ സ്റ്റേജിലും മറ്റുമായി ആയിരക്കണക്കിന് കലാകാരന്മാരാണ് അന്ന് പങ്കെടുക്കുന്നത്. അതിൽ അവരെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ശ്രീ കുന്നക്കുടി വൈദ്യനാഥൻ നിർദ്ദേശങ്ങളും അതോടൊപ്പം വയലിനിൽ നാദവും മീട്ടുമ്പോൾ ഒരു വലിയ കലാകാരൻ്റെ കഴിവ്, അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള ഒരു പക്വമായ മനസ്സ് നമ്മൾ അതിശയിച്ചു പോകും. അന്നത്തെ ആ പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ പത്മശ്രീയും പത്മഭൂഷണവും ഒക്കെ കിട്ടിയ 100 കണക്കിന് കലാകാരന്മാർ, 100 കണക്കിന് മൃദംഗവും, 100 കണക്കിന് വയലിനും, 100 കണക്കിന് ഘടവും, അങ്ങനെ സംഗീതം ഒരു വശത്ത്, പാട്ടൊരു വശത്ത്, അത് നമ്മൾ കണ്ടറിയേണ്ട ഒന്നാണ്. അന്നാണ് ശ്രീ കുന്നക്കുടിയെ വളരെയധികം പേർ
ശ്രദ്ധിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്നാണ് ഒരു കച്ചേരി നേരിട്ട് കേൾക്കാൻ കഴിയുക, അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിയുക എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അയ്യപ്പ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കച്ചേരി വയ്ക്കുന്നത്. അന്നുണ്ടായ ആഹ്ലാദം ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. 2-3 മണിക്കൂർ നേരത്തെ ആ ഒരു വയലിൻ വാദനം ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണവും ജീവിതശൈലിയും എല്ലാം എനിക്ക് തോന്നുന്നു വളരെ രസകരമായിരിക്കും എന്നാണ്. 1935 മാർച്ച് 2 അദ്ദേഹത്തിൻ്റെ ജനനം. സെപ്റ്റംബർ 8, 2008 അദ്ദേഹം വെടിഞ്ഞത് 73-ാമത്തെ വയസ്സിൽ. കുന്തക്കുടിയിൽ ജനിച്ച് ലോകഭൂപടത്തിൽ സംഗീതത്തിൻ്റെ പ്രതീകമായി അദ്ദേഹത്തെ സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹം എത്ര ഉന്നതിയിൽ എത്തിക്കാണും. സംഗീത നിർമ്മാണം, ഫിലിം പ്രൊഡ്യൂസർ, നടൻ, അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച ഒരു വലിയ കലാകാരൻ. നമ്മുടെ സംഗീത പാരമ്പര്യത്തെ ശരിക്കും ഉൾക്കൊണ്ട ഒരു വലിയ കലാകാരൻ. അന്ന് ആ പ്രോഗ്രാം അവിടെ നടക്കുമ്പോൾ എന്നത്തെയും പോലെ അന്നും നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ ഒഴുകുകയാണ്. അദ്ദേഹത്തിൻ്റെ നാദതന്ത്രിയിൽ നിന്നും ഒഴുകി വരുന്ന ആ സംഗീതം ആരെയാണ് വിസ്മയിപ്പിക്കാത്തത്? അന്ന് പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് വേദിയിൽ നിന്നും വന്ന് വീണ്ടും ഇരിക്കുന്നിടത്ത് വന്ന് വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് സോഡ വലിയ ഇഷ്ടമാണ്. ഇന്നത്തെ തരത്തിലുള്ള അന്നത്തെ കാലത്ത് സോഡ കുപ്പിയിൽ ഒരു ഗോലിയാണ്. അത് പൊട്ടിച്ച് അതിൻ്റെ ആരവത്തിൽ നിന്നും ഒഴുകുന്ന ആ സോഡ വെള്ളം അദ്ദേഹം ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുമ്പോൾ പോലും അതിലും ഒരു സംഗീതത്തിൻ്റെ വശ്യത ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ഞാൻ സ്വാതിനാളിൻ്റെ ഒരു കീർത്തനം പാടണം എന്ന് ആദ്യം റിക്വസ്റ്റ് ചെയ്യുകയും ആ വേദിയിൽ നിന്നും അദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ ആ സ്റ്റേജിൻ്റെ മുന്നിൽ തന്നെ ഒരിടത്ത് ഞാൻ നിന്നിരുന്നു. ഒടുവിൽ അദ്ദേഹം പന്നകേന്ദ്രശയന എന്നുള്ള ആ കീർത്തനം, സ്വാതിരുന്നാളിൻ്റെ ആ കീർത്തനം വയലിൽ വായിക്കുമ്പോൾ അനുഭൂതിയുടെ മറ്റൊരു തലത്തിൽ എത്തപ്പെടുകയായിരുന്നു എൻ്റെ മനസ്സ്. അത്രയും സുന്ദരമായി മറ്റുള്ളവർ വായിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്നതാണ് സത്യം. ഇതെല്ലാം കഴിഞ്ഞ് ഓടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഓട്ടോഗ്രാഫും വാങ്ങി. ഫോട്ടോ എടുക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അദ്ദേഹവുമായി സംസാരിച്ചു. എന്നിട്ട് ഞാൻ സ്വാതിനാളിൻ്റെ കീർത്തനം വായിച്ചത് നിനക്ക് പിടിച്ചെടുക്കുക എന്ന് തമിഴിൽ പറയുമ്പോൾ ഞാൻ സന്തോഷം കണ്ട് തലയാട്ടി. പിടിക്കല്ലേ? ഞാൻ പറഞ്ഞത് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചിരിച്ചു, എൻ്റെ തോളിൽ തട്ടി. മറ്റുള്ള കീർത്തനങ്ങൾ വായിച്ചത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിമനോഹരം.
അങ്ങനെ അദ്ദേഹം തോളില ഷോൾ എടുത്ത് മുഖം തുടച്ച് വരട്ടുമാ വീണ്ടും പാക്കല എന്ന് പറഞ്ഞ് കൂടെയുള്ള ട്രൂപ്പിനോടൊപ്പം അവിടെ നിന്നും ഭാരവാഹികളുമായി സംസാരിച്ച് പോകുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് തൊഴുതു അദ്ദേഹത്തെ. അദ്ദേഹം കണ്ടിരിക്കാൻ സാധ്യതയില്ല, പക്ഷേ ഈശ്വരൻ ആയുരാരോഗ്യ സൗഖ്യവും ഇനിയും ലോകത്തൊരുപാടിടത്ത് അദ്ദേഹത്തിൻ്റെ കച്ചേരി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. കുവൈറ്റിലും ഗൾഫ് നാടുകളിലും യൂറോപ്യൻ കോണ്ടിനെന്റിലും അദ്ദേഹം ലോകത്ത് ഒരുപാട് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയൊരു വിചാരം കലിയുടെ തമ്പുരാൻ എന്ന് വിളിക്കാൻ ഏറ്റവും അർഹനായ ഒരു വലിയ കലാകാരൻ ദൈവം ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും അനുഗ്രഹിച്ച അദ്ദേഹം ഈ ഭൂമി വിടുമ്പോൾ വെറും 73 വർഷക്കാലം മാത്രം. പക്ഷേ കാലം ഒത്തിരി കഴിഞ്ഞിട്ടും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ വയലിൻ വാദനം കേൾക്കാത്ത ഒരാളെങ്കിലും ഈ ഭൂമിയിലുണ്ടാവുമോ എന്ന് സംശയമാണ്. അത്രയും സ്നേഹധനനും വിശ്വപ്രസിദ്ധനുമായ ആ കലാകാരനെ കാണാനും സംസാരിക്കാനും ഒക്കെ ഇടയായത് എൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷ നിമിഷങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ ഇത്തരണത്തിൽ പറയുന്നു. കാലത്തിൻ്റെ ഒഴുക്കിൽ, കാലത്തിൻ്റെ മാസ്മരീയതയിൽ മിന്നിത്തിളങ്ങുന്നൊരു നക്ഷത്രം പോലെയാണ് ശ്രീ കുന്നക്കുടി വൈദ്യനാഥൻ. ഒരുപാട് അവാർഡുകളും ബഹുമതികളും ഒക്കെ നേടിയ ആ വലിയ കലാകാരൻ്റെ ചിരിച്ച മുഖമാണ് ഇന്നും എൻ്റെ മനസ്സിൽ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ഓർമ്മകൾ ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.